ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലെല്ലാം നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് വിദ്യാലോകം അല്ലേ. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഓഗസ്റ്റ് 1. അപ്പോൾ ഇത്തവണ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും വേണ്ട, എന്നെ 2 സ്ഥലങ്ങളിൽ കൊണ്ടുപോയാൽ മതിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്ഥലമാണ് കേട്ടോ ഈ വിദ്യാലോകം. അപ്പോൾ ഇത്തവണത്തെ യാത്ര അങ്ങോട്ടേക്കാകാമെന്ന് വിചാരിച്ചു. നമ്മുടെ പുതിയ തലമുറയ്ക്ക് പഴയ കാലത്തെ പെരുമ്പിലാവിനെ പരിചയപ്പെടുത്തിയാണ് വിദ്യാമണി എന്ന വ്യക്തി. പിന്നെ നമ്മുടെ അജയൻ ചാലിശ്ശേരിയിലെ ആർട്ട് ഡയറക്ടർ, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവ് ഇദ്ദേഹമാണ് കേട്ടോ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ വിചാരിച്ചതാണ് ഇവിടെ എപ്പോഴെങ്കിലും ഒന്ന് പോയി കാണണമെന്ന്. 1970-80 കാലഘട്ടത്തിലെ ടൗൺ എങ്ങനെയായിരുന്നോ അതേ രീതിയിലാണ് ഈ വിദ്യാലോകം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ഫുഡും കൂടെ ആയാലോ, അത്ര രസമായിട്ടുള്ളൊരു സ്പോട്ടാണ് ഇത്. നമ്മുടെ പാരൻസിനെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് എന്താണെങ്കിലും ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. കണ്ടോ, പെരുമ്പിലാവിൻ്റെ എല്ലാ കാര്യങ്ങളും അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ, മലഞ്ചരക്ക് വ്യാപാരം, ടൈലറിംഗ് ഷോപ്പ്, ഭാവന സ്റ്റുഡിയോ, അങ്ങനെ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ടൗണിൽ നിന്ന് ഈ വിദ്യാലോകത്തിൻ്റെ എൻട്രൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകം തന്നെയാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാലോകം തന്നെ ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമുക്ക് സാധാരണ നമ്മൾ പോയി ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിച്ച് എല്ലാം കണ്ടും കേട്ടും ഒക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. എന്താണെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇവിടെ വരുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ആർക്കും ഒരു എന്താ പറയുക, വന്നത് ശരിയായില്ല എന്ന് ഒരിക്കലും തോന്നില്ല. ഇത് കണ്ടോ, ഈ പഴയകാല സൈന മൂവീസ് ഇല്ലേ, അതിൻ്റെ തിയേറ്ററാണ് ഇത്. പണ്ടുണ്ടായിരുന്ന സൈന മൂവീസിൻ്റെ അതേ രീതിയിലാണ് അവിടെ തിയേറ്ററൊക്കെ. ആ തിയേറ്റർ കൗണ്ടർ വരെ ഉണ്ട്. വലിയവർക്ക് ഇത്ര രൂപ, ചെറിയവർക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഔഷധശാല കണ്ടോ, ഔഷധശാല എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഫോട്ടോസൊക്കെ അവിടെ ഇവിടെയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മൂവീസിൻ്റെ ഏറ്റവും പഴയ ആദ്യമായിട്ട് ഉള്ള മൂവി തൊട്ട് ഉള്ള മൂവികളുടെ എല്ലാം പിക്ചർ അടക്കം വെച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ചു അതും ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. കുറച്ച് ഒരു കൂടിനകത്ത് കുറച്ച് കിളികളെയൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ വിദ്യാലോകത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കഴിക്കാനിരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ ചുറ്റും നടന്ന് ഫുള്ളൊന്ന് കണ്ടു നോക്കും കേട്ടോ. എവിടെയാണ് കയറേണ്ടേ എന്ന് നമുക്ക് അതിശയം തോന്നും. എന്ന് വെച്ചാൽ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് എവിടെ പോയി ഇരിക്കണം, കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ളതൊക്കെ. കണ്ടോ, ചെയറുകളൊക്കെ കണ്ടില്ലേ. പക്ഷെ നമ്മൾ എവിടെ ഇരിക്കാതെ ഇങ്ങനെ ആദ്യം എല്ലാവരും ഒന്ന് നടന്ന് കണ്ടു കഴിഞ്ഞിട്ടാണ് എവിടെയെങ്കിലും പോയി ഇരിക്കുന്നത് നോക്കുക. അവർ ഫിഷ്, ചെറിയ പോണ്ടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഫിഷിനെ ഇട്ട് വെച്ചിട്ടുണ്ട്. കല്ലുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് എല്ലാം കാണാൻ. അത്ര മനോഹരമായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു കിണർ മാതിരി ഉണ്ടാക്കിയിട്ട് പഴയ ആ വെള്ളം കോരുന്ന ആ ഒരു സംഭവമില്ലേ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഉള്ളിലും കുറച്ച് മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക ഇവിടെ. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല നൊസ്റ്റാൾജിക് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. എല്ലാം പഴയ നല്ല ഭംഗിയുള്ള പാട്ടുകളാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ ആദ്യം പോയിട്ട് വാങ്ങിയത് ടീ ആണ് കേട്ടോ. അവിടെ ടീ ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേ, ഈ ലെയേർഡ് ആയിട്ടുള്ള ടീ കണ്ടപ്പോഴേ ഞങ്ങൾ ടീ വാങ്ങിച്ചു. ഒരു ടീയും വാങ്ങിച്ചു, ഒരു ജ്യൂസ് വാങ്ങിച്ചു, പിന്നെ ഒരു മൊജിറ്റോ വാങ്ങിച്ചു. അപ്പോൾ അതും പിന്നെ പഴംപൊരിയും ആണ് കേട്ടോ വാങ്ങിച്ചത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. പഴംപൊരി എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴംപൊരിക്ക്. നല്ല പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കിയ പഴംപൊരി ഭയങ്കര ഭംഗിയുള്ളൊരു മെനു ആണ് കേട്ടോ. മലയാളത്തിലാണ് അവരെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ കുട്ടിച്ചിക്കൻ കിട്ടും, പാൽക്കപ്പ് കിട്ടും, അങ്ങനെ ലഞ്ച് കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ വൈകുന്നേരമാണ് അവിടെ പോയത് കേട്ടോ. അപ്പോൾ വൈകുന്നേരമുള്ള ഐറ്റംസിൽ നമ്മുടെ നീരാളി റോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിച്ചു നോക്കുന്നത്. അപ്പോൾ അത് ഒന്ന് കഴിച്ചു നോക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അച്ഛൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, മനുവേട്ടനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മേടിച്ചു. എന്നാൽ പിന്നെ 2 പൊറോട്ടയും കൂടെ ആയിക്കോട്ടെ അതിൻ്റെ കൂടെ എന്ന് ചോദിച്ചാൽ 2 പൊറോട്ടയും വാങ്ങിച്ചു. ഞങ്ങൾ 2 പേരും ഒരെണ്ണം ഷെയർ ചെയ്ത് കഴിച്ചു. അച്ചു ഒരെണ്ണത്തിൻ്റെ ഒരു 3/4 ഭാഗത്തോളം കഴിച്ചതെന്ന് തോന്നുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ 1-ാം തീയതി നൈറ്റ് സംഭവിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോയിൽ. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ മുതൽ ഇവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞാൻ കേസൊക്കെ കഴിഞ്ഞ് നേരത്തെ വരാം, ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി 9:30 എങ്ങാണ്ടായി ഞാൻ വന്നപ്പോൾ. ആ സമയത്ത് എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ. അച്ഛനുണ്ട് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുകയാണേ പാവം. അവൻ കുറേ നേരം എന്നെ നോക്കിയിരുന്നിരുന്ന് മടുത്ത അവസാനമാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ കേക്കൊന്നും മേടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കേക്ക് കട്ട് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. മറ്റുള്ളവരുടെയൊക്കെ കേക്ക് ഞാൻ കട്ട് ചെയ്യാൻ അവർക്ക് വാങ്ങിക്കുമെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അവർ വാങ്ങിച്ചു വെച്ചല്ലേ, ഞാൻ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് അവർക്ക് കൊടുത്തു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം അത്രയും നൈറ്റ് ആയത് കാരണം ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല മടുത്തായിരുന്നു വന്നത്. ഞങ്ങൾക്ക് കേസുകൾ കൂടുതലായിരുന്നു ഇന്ന്. അപ്പോൾ ഞങ്ങളതെല്ലാം തിക്കിൻ്റെ ഇടയിലൊക്കെ ആയത് കാരണം ഇന്ന് ബർത്ത്ഡേ ആണെന്ന് പോലും മറന്നു പോയിട്ടുണ്ടായിരുന്നു ശരിക്കും അവസാനമായപ്പോഴത്തേക്കും.
ബർത്ത്ഡേ ഞാൻ ശരിക്കും ഹോസ്പിറ്റലിൽ തന്നെ ചിലവഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് രാത്രി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കൂടെ കേക്കും കട്ട് ചെയ്യാൻ പറ്റി. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതൊന്നും കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായി. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട് സരിക. അവളെനിക്ക് സർപ്രൈസായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതും ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ വഴി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾക്ക് ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ട് അത് അവർ നമുക്ക് കൊണ്ടുതരിക, നമ്മുടെ വീഡിയോ എടുക്കുക. എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ഞാൻ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞിട്ട് അവർ അത്രയും ലേറ്റായി. അപ്പോൾ ആദ്യ രാത്രിക്ക് അവർക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല എത്ര ഇരുട്ടായി എന്ന്. ആ സമയത്ത് അവരെനിക്ക് ഗിഫ്റ്റ് കൊണ്ടു തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അവരെനിക്ക് അയച്ചു തന്ന വീഡിയോ കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ലേഡിയാണ്. പേരറിയില്ല ആക്ച്വലി. ഇയാളുടെ സിസ്റ്റർ ആരാണ്? ഇതില് പറയണ്ട വീഡിയോ. അവളാണെങ്കിൽ താങ്ക് യു. എല്ലാ വർഷത്തെ പോലെ ഇപ്രാവശ്യവും എല്ലാ വർഷവും ഗിഫ്റ്റ് തരാറുണ്ടോ? ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ അവളാണെങ്കിൽ കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ തരാറുണ്ട്. അപ്പൊ ആളെന്നായിരിക്കും ബർത്ത്ഡേ. ഹാപ്പി അല്ലേ? പിന്നെ ആണോ, ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ ശരി, താങ്ക് യു. എൻ്റെ സൗദി ജീവിതത്തിൻ്റെ ഇടയിൽ കിട്ടിയ ആളാണ് കേട്ടോ എനിക്ക് സരിക. എനിക്ക് എപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വളരെ കുറച്ച് പേരിൽ ഒരാളാണ് അവൾ. എത്ര അകലെയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അധികം അങ്ങനെ എന്നും വിളിച്ച സംസാരമോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും എൻ്റെ എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളിലും എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റായിട്ട് അവളുടെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാണുന്നതാണ് കേട്ടോ എൻ്റെ സരിക. അപ്പോൾ സരിക താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.